കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതം കണ്ടുണരുവാൻ യേശു കർത്താവ് നമ്മളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കണ്ടുണരുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് എത്രയോ പേർ മരണം വഴിയായി മാറ്റപ്പെട്ടിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ ചിലർ നിത്യനിന്ദയിലേക്കും ചിലർ നിത്യ സന്തോഷത്തിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. കർത്താവ് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ക്ഷേമത്തോടെ നമ്മെ ശേഷിപ്പിച്ചത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഉദ്ദേശമുണ്ട്. അത് നിവൃത്തീകരിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ, ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ ഉദ്ദേശം നിവൃത്തിക്ക് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിത്യനിന്ദയിലേക്കല്ല, നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കണം. ഈ പകൽക്കാലം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരുവാൻ കർത്താവെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.